ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ദേവ്യാനിക്ക് അനാമികയുടെ പ്രവൃത്തികളിലെല്ലാം സംശയം തോന്നുകയാണ്. ഭക്ഷണമെല്ലാം ദേവ്യാനി ഉറങ്ങുന്ന സമയത്ത് ടേബിളിൽ വെച്ചിട്ടാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് ഭക്ഷണം ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നതെന്ന് ദേവ്യാനി കാണാറില്ല. അനാമികയാണ് ഭക്ഷണമെല്ലാം കൊണ്ടുവയ്ക്കുന്നത് എന്നാണ് ജാനകി ദേവ്യാനിയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അനാമികയാണ് ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നത് എന്നാണ് ദേവ്യാനി കരുതിയത്. അങ്ങനെ 2 ദിവസമായി നയന വീട്ടിൽ പോയിരിക്കുകയാണ്. ദേവ്യാനിക്കാണെങ്കിൽ സമയത്തിന് ഭക്ഷണവുമില്ല, മരുന്നുമില്ല. 2ാം ദിവസവും അങ്ങനെ തന്നെ. ദേവ്യാനിക്ക് സമയത്തിനുള്ള മരുന്ന് അറിയാത്തത് കൊണ്ട് ദേവ്യാനി അനാമികയെ വിളിക്കുകയാണ്. വിളി കേട്ടിട്ട് ജാനകി ഓടി വരുന്നുണ്ട്. എന്താ ഏട്ടത്തി, എന്തിനാണ് വിളിച്ചത്? അതെ ജാനകി, ഞാൻ പറയാൻ മറന്നതാണ്. ഇതിൽ ഭക്ഷണവും മരുന്നും ഒന്നും ടേബിളിൽ കണ്ടില്ല. സാധാരണ അനാമിക മോളാണ് ഭക്ഷണവും മരുന്നും കൊണ്ടുവയ്ക്കാറുള്ളത്. ഇന്ന് ഭക്ഷണം കഴിച്ചു, പക്ഷെ മരുന്ന് എന്ത് കഴിക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് മോളെ വിളിച്ചതാണ്. ഏട്ടത്തി, അനാമിക മോൾക്ക് വയ്യാന്നോ? അനാമിക മോൾക്ക് എന്ത് പറ്റി? ഞാനിന്ന് അനാമിക മോളെ കണ്ടിരുന്നല്ലോ, അപ്പോഴൊന്നും ഒരു കുഴപ്പവുമില്ലല്ലോ. ആ സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. വെല്ലിമ്മ എന്നെ വിളിച്ചിരുന്നോ? മോൾക്ക് വയ്യാന്ന് പറഞ്ഞു ജാനകി. എന്ത് പറ്റി മോളെ? എനിക്ക് വയ്യാന്നോ? എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ. മോൾക്ക് നേരത്തെ ഒരു പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അനാമികയോട് കണ്ണിറുക്കി കാണിക്കുകയാണ് ജാനകി. അപ്പോൾ അനാമികയ്ക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്. വെല്ലിമ്മേ, ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞിരുന്നു എനിക്ക് ചെറിയൊരു പനിയുണ്ട്, പക്ഷെ ഇപ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല വല്യമ്മേ. കേട്ട് ജാനകി മനസ്സിൽ കരുതുകയാണ്, മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അനാമിക മോൾക്കാണെങ്കിൽ മരുന്നെടുത്ത് കൊടുക്കാനും അറിയില്ല. ഇത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ മോളെ, ഭക്ഷണം ഞാൻ കഴിച്ചു, പക്ഷെ മരുന്ന് ഏതാണെന്ന് അറിയില്ല. മോൾ ആ മരുന്നൊന്ന് എടുത്തു തരുമോ? വല്യമ്മയുടെ മരുന്ന് ഏതാണെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ? ഈശ്വര, ഏട്ടത്തി ഇപ്പോൾ എല്ലാം പിടിക്കുമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ജാനകി. അല്ല, മോളല്ലേ എന്നും എനിക്ക് മരുന്നെടുത്ത് തരാറുള്ളത്. ദേവ്യാനിയുടെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് കണ്ട് അനാമിക പറയുന്നുണ്ട്, വല്യമ്മയ്ക്ക് മരുന്നെടുത്ത് വെക്കാറുള്ളത് ഞാൻ തന്നെയാണ്. അങ്ങനെ മോൾ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി. എന്റെ ഇഷ്ടങ്ങൾ മോൾ മനസ്സിലാക്കിയല്ലോ. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അതാണെന്ന് മോൾ എങ്ങനെ അറിഞ്ഞു? അതറിയാൻ എന്താണ് വല്യമ്മ ഇത്ര ബുദ്ധിമുട്ട്? വല്യമ്മ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട് ഈ വീട്ടിൽ? അവരോട് ചോദിച്ചാൽ വല്യമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് അറിയാൻ ഇത്ര പാടുണ്ടോ? എന്തായാലും അതൊക്കെ പോട്ടെ, മോൾ എനിക്ക് മരുന്നെടുത്ത് താ, സമയം ഒരുപാടായി. ശരി വല്യമ്മേ, ഞാൻ മറന്നു പോയതാണ്. എന്തായാലും ഞാൻ മരുന്ന് നാളെ കൃത്യമായി എടുത്തു വെച്ചോളാം, അതൊന്നും കുഴപ്പമില്ല എന്ന് ദേവ്യാനി പറയുന്നുണ്ട്. ദേവ്യാനി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, അനാമിക മോളല്ലെങ്കിൽ പിന്നെ ആരാണ് എനിക്ക് മരുന്നും ഭക്ഷണമെല്ലാം എടുത്തു വെക്കാറുള്ളത്? ഇനി എന്തിനാണ് ജാനകി ഇങ്ങനെ കള്ളം പറഞ്ഞത്? അവിടെ ചെന്ന പടം എവിടെയാണ് മരുന്ന് വെച്ചതെന്ന് അനാമിക ചുറ്റിലും ഇങ്ങനെ നോക്കുകയാണ്. എന്താ മോളെ? ഒന്നുമില്ല വല്യമ്മേ, സാധാരണ ഞാൻ ഇവിടെയാണ് മരുന്ന് വെക്കാറുള്ളത്, അവിടെ കാണുന്നില്ല. അവിടെയോ? അവിടെയല്ല മോള് മരുന്ന് വെക്കാറുള്ളത്. സാധാരണ മോള് മരുന്നെടുത്താൽ അത് എടുത്ത സ്ഥലത്ത് തന്നെ മോള് വെക്കാറുണ്ട്. ആ ഷെൽഫിലല്ലേ മരുന്ന് വെക്കാറുള്ളത്, മോൾക്ക് ഓർമ്മയില്ലേ? ജാനകിയാണെങ്കിൽ എന്താകും എന്നറിയാതെ പിന്നാലെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അനാമിക ആ ബോക്സിൽ നിന്ന് മരുന്നെല്ലാം എടുത്തു നോക്കുന്നുണ്ട്. അനാമികയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. ആ മരുന്ന് എന്തിനുള്ളതാണെന്നോ ഏതൊക്കെ സമയത്ത് കൊടുക്കാനുള്ളതാണെന്നോ ഒന്നും അനാമികയ്ക്ക് മനസ്സിലാവുന്നില്ല. ഒരു മരുന്നിൻ്റെയും പുറത്ത് ഏത് സമയത്താണ് കഴിക്കാനുള്ളത് ഒന്നും എഴുതിയിട്ടില്ല. അങ്ങനെ അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര, ഇതൊക്കെ ഏത് സമയത്താണോ കഴിക്കാനുള്ളത്? അങ്ങനെ അനാമിക മരുന്നെല്ലാം നോക്കിയിട്ട് 1-2 ഗുളിക എടുത്തിട്ട് ദേവ്യാനിക്ക് കൊടുക്കുന്നുണ്ട്. ഇതാ വല്യമ്മേ. അന്നേരം ദേവ്യാനി മനസ്സിൽ കരുതുന്നുണ്ട്, മരുന്നെടുത്ത് തരുന്നതും ആഹാരം കൊണ്ടുവയ്ക്കുന്നതും അനാമികയല്ല, ഇനി ഇതാര്? എന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇതെല്ലാം ചെയ്തു തരുന്നത് ആര്? അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ, പെട്ടെന്ന് തന്നെ ഈ മരുന്ന് കഴിക്കേ, സമയം ഒരുപാടായി. സമയം അനാമിക പറയുന്നുണ്ട്, മോളെ, ഇത് തന്നെയാണോ എനിക്ക് ഉച്ചയ്ക്ക് തരാറുള്ളത്? അതേ വല്യമ്മേ. വല്യമ്മയ്ക്ക് എന്താണ് ഒരു സംശയം? എന്താ വല്യമ്മേ, എനിക്ക് അങ്ങനെ മാറുമോ? ഇതെല്ലാം 4 വിധം മരുന്നുണ്ടാവാറുണ്ട്. അത് വല്യമ്മേ, അതെൻ്റെ മറ്റേ കയ്യിലുണ്ട്. സമയം അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒന്നുകൂടി കയ്യിൽ പിടിച്ചത് നന്നായി. ആ സമയം ദേവ്യാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവർ പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്, ഇവൾക്കൊന്നും അറിയില്ല. ശരി വല്യമ്മേ, രാത്രിയിലേക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാട്ടോ എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ജാനകി പിടിച്ചു നിർത്തുന്നുണ്ട്. അവളെ, നീ എന്തൊക്കെ മരുന്നാണ് ഏട്ടത്തിക്ക് എടുത്തു കൊടുത്തത്? അതൊന്നും കുഴപ്പമില്ല അമ്മേ, എല്ലാം വല്യമ്മ കഴിക്കുന്ന മരുന്നല്ലേ, അതിൽ നിന്ന് 1-2 എടുത്തു കൊടുത്തു. അപ്പം എന്താണ് ഈ ചെയ്തത്? ഏട്ടത്തിക്ക് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ? എന്തിനാണ് അമ്മ അങ്ങനെ ചിന്തിക്കുന്നത്? വല്യമ്മ കഴിക്കുന്ന മരുന്നല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, കഴിക്കാതെ മാറ്റി വെക്കുന്ന മരുന്നുണ്ടെങ്കിലോ? സമയ സന്ദർഭം അനുസരിച്ചാണ് മരുന്ന് കഴിക്കേണ്ടത്. അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ? ഞാനല്ലല്ലോ പറഞ്ഞത് മരുന്ന് ഭക്ഷണം എടുത്തു കൊടുക്കുന്നത് ഞാനാണെന്ന്. അമ്മയും അപ്പച്ചിയല്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ രേവതി അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. രേവതി വരുന്നത് ജാനകി കാണുന്നുണ്ട്. അല്ല ചേച്ചി, എപ്പോൾ വന്നു? ഒന്നും പറയണ്ട, അവിടെ ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ എനിക്ക് എൻ്റെ മോളെ കാണാൻ തോന്നി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇത് കേട്ട ജലജങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇക്കാര്യം പറഞ്ഞ് കുറച്ച് നാളുകളായി ഇവരിവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങുകയാണ്. എന്താണാവോ ഇവളുടെയൊക്കെ മനസ്സിലിരിപ്പ്? അതൊക്കെ പോട്ടെ, ഞാൻ എൻ്റെ മോളെ ഒന്ന് കാണട്ടെ. അതിനെന്താ, രേവതി പോയി കണ്ടോളൂ. ആ, ചോദിക്കാൻ വിട്ടു, മോൾ എവിടെയാ? അത് കേട്ട് ജലജ പറയുന്നുണ്ട്,
ജലജ പറയുന്നുണ്ട് ഏത് സമയത്ത് അവൾ മുറിക്കകത്ത അവിടെ കാണും. എന്താ അനിമോന്റെ അപ്പച്ചി അങ്ങനെ പറഞ്ഞത്? ഒന്നും ഉണ്ടായിട്ടില്ല രേവതി. മോൾ എപ്പോഴും ആ റൂമിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. രേവതി ഒന്നും കരുതരുത്. അത് മോൾ അങ്ങനെ തന്നെയാ. മോൾ ആരോടും അനാവശ്യമായി സംസാരിക്കാറില്ല. ഞാൻ എന്തായാലും മോളെ കണ്ടേച്ചു വരാം എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ രേവതി പോയി കഴിഞ്ഞപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്താ ജലജ നീ ഇങ്ങനെ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിന്റെ മരുമകൾ എപ്പോഴും ആ റൂമിൽ തന്നെയല്ലേ എന്ന് കരുതി ആ കുട്ടിയുടെ അമ്മയോടാണോ ഇങ്ങനെയൊക്കെ പറയേണ്ടത്? എന്തായാലും പറഞ്ഞു പോയില്ലേ, അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ രേവതി അനാമിയുടെ റൂമിലേക്ക് പോവുകയാണ്. ആ മോളെ, അമ്മയോ? അമ്മ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇതാ വശീകരണ മരുന്ന്. ഇതൊരു ഗ്ലാസ് പാല് കലർത്തി നീ അനിക്ക് കൊടുക്കണം. പിന്നെ അനിയെ മോൾ സ്നേഹിച്ചു കൂടണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കൂ. അമ്മേ, ഞാൻ പാല് കൊടുത്താൽ അവൻ കുടിക്കുമോ? ഒരു ഗ്ലാസ് പാലല്ലേ, എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് അത് കുടിപ്പിക്കണം. പിന്നെ നിന്റെ അച്ഛനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിരുന്നു. ഞാനൊന്ന് വിളിക്കട്ടെ? ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കട്ടെ. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മതി. എന്നാ രേവതിയുടെ പോക്ക് കണ്ട ദേവ്യാനി എന്തോ ഒരു പന്തിക്കേട് തോന്നിയത് കൊണ്ട് തന്നെ രേവതിയുടെ പിന്നാലെ പോകുന്നുണ്ട്. ദേവ്യാനി പോകുന്നത് കണ്ട് ജാനകിയും ദേവ്യാനിയുടെ പിന്നാലെ പോകുന്നുണ്ട്. ആ സമയം രേവതി ഫോൺ വിളിച്ചിട്ട്, ആ വേണുവേട്ട, എന്തായി കാര്യങ്ങൾ? മോൾക്ക് ആ പൊടി നീ കൊടുത്തോ? അതൊക്കെ ഞാൻ കൊടുത്തു വേണുവേട്ട. ഇനി എങ്ങനെയെങ്കിലും അനിയെ മയക്കി കുപ്പിയിലാക്കണം. അതൊക്കെ മോളുടെ മിടുക്ക് പോലെ ഇരിക്കും. അവർക്കൊരു കുഞ്ഞുണ്ടായാൽ എന്തായാലും അനി നന്ദുവിനെ മറന്നോളും. അതെ അതെ, അതിനിടയ്ക്ക് ആ മറ്റവളുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അപ്പോൾ പിന്നെ ആദ്യത്തെ കുഞ്ഞ് നമ്മളുടെ മോളുടെ കുഞ്ഞാകും. അപ്പോൾ നമുക്കാവും അവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനം. ഇനി ആര് വിചാരിച്ചാലും ഈ ബന്ധം വേർപ്പെടുത്താൻ കഴിയില്ല. അത് വേണുവേട്ട, പതുക്കെ പതുക്കെ നമുക്ക് ഈ അനന്തപുരി പിടിച്ചെടുക്കണം. ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായിട്ട് ദേവ്യാനി നിൽക്കുകയാണ്. പിന്നെ നിൽക്കുന്ന ജാനകിക്കാണെങ്കിൽ ഒന്നും കേൾക്കുന്നില്ല. അനന്തപുരി മാത്രമല്ല വേണുവേട്ട, കിളവന്റെ സാമ്രാജ്യം എല്ലാം നമുക്ക് അടിച്ചു മാറ്റണം. എന്നിട്ട് മോൾക്ക് ഇവനെ വേണ്ടെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. ദേവ്യാനി ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ആകെ വിഷമത്തോടെ അവിടെ നിന്ന് തിരിഞ്ഞു പോരുന്ന സമയത്താണ് ദേവ്യാനി ജാനകിയെ കാണുന്നത്. എന്നാൽ ജാനകി മൈൻഡ് ചെയ്യാതെ ദേവ്യാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ രേവതി സംസാരിക്കുന്നത് കണ്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ദേവ്യാനിയെ കണ്ട് ജാനകിക്കാണെങ്കിൽ പുച്ഛം തോന്നുകയാണ്. ഇവരെന്തിനാണ് അനാമിക മോളുടെ അമ്മ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്നത്? ഏട്ടതിയുടെ സ്വഭാവം കൂടെ കൂടെ മോശമായി വരികയാണ്. എന്തായാലും രേവതിയുടെ സംസാരം കേട്ട് പിന്നിലോട്ട് നോക്കുമ്പോൾ അവിടെ ജാനകി നിൽക്കുന്നതാണ് രേവതി കാണുന്നത്. ജാനകിയെ കണ്ടത് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് രേവതി.